ഇപ്പോഴും എനിക്ക് കമന്ററി ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലൊക്കെ ചെന്ന് കളി കാണുമ്പോൾ കാലിങ്ങനെ തരിക്കും. സ്റ്റേഡിയത്തിൽ ഇറങ്ങി ഒന്ന് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് ബോളം തട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ട്. വേൾഡ് കപ്പിന്റെ തുടക്കത്തെ പരാജയം ഒന്നും ഈ 11 പേരെ തളർത്താനായില്ല. ദ steadfast stride of Lionel Scaloni's army. I want to bring changes. ഇപ്പൊ ഇതേപോലെ ഇന്ത്യ ഷുഡ് പ്ലേ വേൾഡ് കപ്പ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ ലീഗ് കേരള വന്നപ്പോഴാണ് കുറേ പ്ലെയേഴ്സിനെ ഞാൻ കാണുന്നത്. ഒരു പ്ലെയറിനൊക്കെ കണ്ടിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ ആളെങ്ങനെ ഇന്ത്യൻ ടീമിൽ എത്തിയില്ല എന്നുള്ളത്. അതോ ഗനി നിഗം എന്ന് പറയും, കാലിക്കറ്റ് FC യുടെ. ജർമ്മനിയൊക്കെ 2014 വേൾഡ് കപ്പ് ക്ലിൻസ്മെൻ്റെ ഒരു പ്രൊജക്റ്റിലാണ് അവർ അടിച്ചുള്ളത്. അതുപോലത്തെ പ്രൊജക്ട്സ് ഇന്ത്യയിലും കൊണ്ടുവരണം. ആ ഒരു ലോക്കൽ അക്കാഡമീസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് മോർ ദൻ ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, ടെക്നിക്കൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇന്ത്യ കുഡ് ബി ഫാർ ബെറ്റർ. പന്തായിട്ട് പോകുമ്പോൾ പുള്ളി അച്ഛൻ ഉണ്ടാക്കൂലേ? ആ സാധനം അത് പുള്ളിക്കാരൻ്റെ യുണീക്ക് സാധനം. ബ്രസീൽ ഹാസ് എ യുണീക്ക് സ്റ്റൈൽ, ജോഗെ ബൊണീറ്റോ. സ്പെയിൻ ഹാസ് ടിക്കി ടാക്ക, ഇംഗ്ലീഷ് ഫുട്ബോൾ കൗണ്ടർ അറ്റാക്സ്. ബട്ട് ഇന്ത്യയുടെ സ്റ്റൈൽ എനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഐ തിങ്ക് നമ്മളൊരു സ്റ്റൈൽ ഉണ്ടാക്കണം. വി ഷുഡ് ഹാവ് എ സ്റ്റൈൽ, ആ ഒരു യുണീക്ക് സ്റ്റൈൽ. റൊണാൾഡോ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ആളുടെ കളി എന്ന് പറയുന്നത്. മേ ബി ഗോൾ സ്കോറിംഗിൽ റൊണാൾഡോ ഇസ് ബെറ്റർ. ഹെഡിങ്, ലയണൽ ആന്ദ്രേസ് മെസ്സി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഹീസ് ഫ്രം അനദർ വേൾഡ്. നൂറിനെ കണ്ട് എനിക്കും കമന്ററി പറയണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരോട് നൂറൊക്കെ എന്താ പറയാനുള്ളത്? ശേഷം മൈക്കിൽ നൂറയാണെന്ന്. നൂറ, വെൽക്കം ടു ക്ലബ് FM. നൈസ് ടു മീറ്റ് യു. പൊളിച്ച് അടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൗഡ് ഓഫ് യു. സൂപ്പർ ലീഗ് കേരളയുടെ ഓൺലി വുമൻ കമന്റേറ്റർ ആണ്. റൈറ്റ് നൗ, ബട്ട് ഹോപ്പ്ഫുള്ളി ഭാവിയിൽ ഇനിയും വരട്ടെ. ഒരുപാട് പേര് വരും നൂറെ കണ്ടിട്ട്. വരണം. അപ്പം ശേഷം മൈക്കിൽ ഫാത്തിമ പോലെയാണ് ശേഷം മൈക്കിൽ നൂറ എന്ന് എല്ലാവരും പറയുന്നത്. നൂറയ്ക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് വെച്ചാൽ ആക്ച്വലി റിലേറ്റബിൾ ആണ്, പക്ഷെ സ്റ്റോറി ഇസ് ഡിഫറെന്റ്. എങ്ങനെ റിലേറ്റബിൾ ആയത്? റിലേറ്റബിൾ എന്ന് പറഞ്ഞാൽ ആൾക്കും ഫുട്ബോൾ ഇഷ്ടം, എനിക്കും ഫുട്ബോൾ ഇഷ്ടം. ആ ഒരു സെയിം പാഷൻ അതിലത്തെ ഫാത്തിമ ഞാനും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഐ തിങ്ക് ഞാനൊന്നും കൂടിയും ഫുട്ബോളർ ആവണം എന്നുള്ളത് ആഗ്രഹിച്ച കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് കമന്ററി ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലൊക്കെ ചെന്ന് കളി കാണുമ്പോൾ കാലിങ്ങനെ തരിക്കും. ഒന്ന് സ്റ്റേഡിയത്തിൽ ഇറങ്ങി ഒന്ന് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് ബോളം തട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഞാൻ ടീമിൽ കളിക്കണം, ഒരു ഫുട്ബോളർ ആവണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഐ തിങ്ക് എൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം ചെറുപ്പം മുതൽ എന്തായിരുന്നു ചോദിച്ചാൽ ഇറ്റ് വാസ് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. ഫുട്ബോൾ ഇപ്പോഴും അത് ഒരു എയിം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഏജ് 20 നമ്മൾ ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതാണ് ഒരു ഹാപ്പിനെസ് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ. അതില്ലെങ്കിലും ആ ഒരു ഫീൽഡിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു സാധനം ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുട്ബോളേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സംഭവം അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ സംവാട്ട് റിലേറ്റബിൾ, ബട്ട് എവിടേക്കോ അല്ല. മലപ്പുറം ഫുട്ബോളിന്റെ നാടാണ്. പക്ഷെ വണ്ടൂർക്കാരിയായ നൂറയ്ക്ക് എപ്പോഴാണ് ഫുട്ബോളിൽ ഇഷ്ടം തുടങ്ങിയത്? മലപ്പുറം ഫുട്ബോളിന്റെ നാട് അതന്നെ, മലപ്പുറം ഫുട്ബോളിന്റെ നാടല്ലേ. കുടുംബം അങ്ങനെ തന്നെ, എല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന ആൾ. അവിടെ വണ്ടൂര് ലൈക്ക് വീട്ടിലെല്ലാവരും ആ ഫാമിലിനെ ലൈക്ക് ഫുട്ബോൾ എന്നുള്ള രീതിയിലൊരു പേര് അവിടെ ഉണ്ട്. ലൈക്ക് എല്ലാവരും ഫുട്ബോളായിരുന്നു. പിന്നെ എങ്ങനെ ഫുട്ബോളിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ഉപ്പ അങ്ങനെ ബ്രദേഴ്സിനൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾ സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെങ്ങനെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എന്നെ അവരുടെ കൂടെ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ കാണുന്നതാണ് ആ സാധനമാണ്. പിന്നെ ഞങ്ങൾ ഈ പുറത്തേക്കൊക്കെ പോകുന്നതിന് പകരം, ഔട്ടിങ്ങിനൊക്കെ പകരം നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തായിരുന്നു വെച്ചാൽ ലൈക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർണമെൻറ്റ്, അവിടെ സിഫ് എന്നൊക്കെ പറഞ്ഞ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത്, നമുക്ക് ഓർമ്മിച്ച കാലം മുതലേ കാണുന്നത് റൗണ്ട് ദ ടേബിൾ ടോക്ക് ഇസ് അബൌട്ട് ഫുട്ബോൾ. മെസ്സി, റൊണാൾഡോ, ബാർസലോണ, റയൽ, ബ്രസീൽ, അർജൻറ്റീന, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ടോക്സാണ് മെയിനായിട്ട്, മോർ ദൻ പൊളിറ്റിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഐ ലൈക്ക് കണ്ടത് അതാണ്, കേട്ടത് അതാണ്, പിന്നെ എല്ലാവരും കളിക്കുന്ന കാണുന്ന അതാണ്. പിന്നെ എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നൊക്കെ മൊത്തം ബോയ്സ് ആയിരുന്നു. കസിൻസിൻ്റെ കൂട്ടത്തിലും ഇനി ഈവൻ ബ്രദേഴ്സ് ആണെങ്കിൽ എൻ്റെ നേരെ മൂത്ത രണ്ടാൾക്കാർ ഇസ് ലൈക്ക് മെയിലാണ്. അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കളിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഈ ഫുട്ബോൾ മാത്രമേ. എന്നെ എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ
എനിക്ക് ഫുട്ബോൾ ഉണ്ടായിരിക്കണം, എന്നാലേ എനിക്ക് തന്നെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. സോ അങ്ങനെയാണ് ആ ഫുട്ബോൾ എന്നുള്ള ആ ഒരു ഇതിലോട്ട്. ഇങ്ങനെ ഫ്രണ്ട്സ് പോകുമ്പോൾ ടർഫിലോട്ടൊക്കെ എന്നെ വിളിക്കലുണ്ട്. പ്രത്യേകിച്ച് 12th ആ ടൈമിലൊക്കെ സൺഡേസിലൊക്കെ അവർ പോകുമ്പോൾ എന്നെ വിളിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും ഭയങ്കര ഇൻക്ലൂഡ് ചെയ്തിട്ടാട്ടോ, അത് പ്രത്യേകിച്ച് എടുത്ത് പറയണല്ലോ. അതായത് മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും. ഇനിയിപ്പോൾ വണ്ടൂരായി കഴിഞ്ഞാലും ഞാൻ ആ ടൈമിൽ അവിടുത്തെ ചെറിയ കുട്ടികളുടെ കൂടെയൊക്കെ വെറുതെ അവരെ കൂട്ടിയിട്ട് അവരെ കോച്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ അവരെ വെച്ചിട്ടൊരു ടീം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. അതെത്രയാ 9th ക്ലാസ്സിലോ 10th ക്ലാസ്സിലേറ്റ് പഠിക്കുമ്പോഴാണ്, അല്ലല്ല 10th പഠിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം ആൾക്കാരൊന്നും കാണുമ്പോൾ അങ്ങനെ ഒന്നും നെഗറ്റീവായിട്ട് എനിക്ക് ഇതുവരെ ആരും ഇതിനെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളതൊക്കെ ഇനി വീട്ടിലത്തെ കൺസേൺ എന്ന് പറയുന്നത്. പക്ഷെ ആരും ഇതുവരെ അതിനെ നെഗറ്റീവായിട്ടോ അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ ഇതുവരെ. കമന്റ്സ് കാര്യങ്ങളൊക്കെ നെഗറ്റീവ്, അത് പിന്നെ എല്ലാത്തിലുള്ളതാണല്ലോ, സ്വാഭാവികം. മെസ്സി ഫാനാണോ എന്ന് ഞാൻ ചോദിക്കില്ല. എന്തിനാ ചോദ്യം? എത്ര വലിയ മെസ്സി ഫാനാ? എത്ര വലുതെന്നോ. എനിക്ക് നമുക്ക് ഫുട്ബോള് കളിക്കാൻ ഇഷ്ടം, ഓക്കെ, ഫാമിലിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ. പക്ഷെ ഫുട്ബോൾ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി കാണാനുള്ള ഒരു താല്പര്യം എനിക്ക് കൊണ്ടുവന്ന ആള് ലയണൽ ആന്ദ്രേസ് മെസ്സി, അതിലൊരു ഡൗട്ടും ഇല്ല. തർക്കം ഉണ്ടാവാറുണ്ടോ? റൊണാൾഡോ മെസ്സി തർക്കങ്ങൾ കേട്ട് വളർന്ന നൂറയോട് ഒരാൾ തർക്കിക്കാൻ വന്ന മെസ്സിയെ പറ്റി എന്തൊക്കെ പറയും? മെസ്സിയെ പറ്റി സംസാരിച്ച വീഡിയോ വൈറലാണ്. മെസ്സിനെ പറ്റി പറയാൻ കാണുന്നല്ലേ, പുള്ളിക്കാരനെ പോലെ ഡ്രിബിൾ ചെയ്യുന്ന ആളെ എവിടെയാ കാണാൻ പറ്റുക? അതേപോലത്തെ ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റി, ഫ്രീ കിക്സ് ഒന്നും കാണാൻ പറ്റില്ല. 8 ബലൻഡോർ, അതേപോലെ ഗോൾഡൻ ബൂട്ട്സ്, പിന്നെ വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക. ഞാൻ റൊണാൾഡോനെ താഴ്ത്തി പറയല്ലോ, പക്ഷെ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ല, മെസ്സിക്ക് അത് കിട്ടിയിട്ടുള്ളൂ. റൊണാൾഡോ മെസ്സി കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ ഡോണ്ട് തിങ്ക് മെസ്സി ആൻഡ് റൊണാൾഡോ ഇസ് കാരണം റൊണാൾഡോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ആളുടെ കളി എന്ന് പറയുന്നത്. മേ ബി ഗോൾ സ്കോറിംഗിൽ റൊണാൾഡോ ഇസ് ബെറ്റർ, ഹെഡിങ്ങിൻ്റെ കാര്യം ഹെഡർ വരുമ്പം റൊണാൾഡോ ഇസ് ബെറ്റർ. ബട്ട് ലയണൽ ആന്ദ്രേസ് മെസ്സി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഹീസ് ഫ്രം അനദർ വേൾഡ്, അതിലൊരു ഡൗട്ടും ഇല്ല, പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. അതാണ് വാക്ക്. അതെ, അനദർ വേൾഡ്, വേറൊരു ഗാലക്സി എന്ന് പറയില്ലേ, മെസ്സി മാജിക്. അതെ, മെസ്സി, റൊണാൾഡോ നല്ല പ്ലെയർ. ലയണൽ ആന്ദ്രേസ് മെസ്സി എന്നല്ല, ലയണൽ മജീഷ്യൻ മെസ്സിന്നോ അല്ലെങ്കിൽ ലയണൽ ബ്രില്യൻ മെസ്സിന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. MES എന്താ സംസാരിച്ച വൈറലായ വീഡിയോ? MES ആക്ച്വലി ഞാൻ സംസാരിച്ചത് എൻ്റെ ഫുട്ബോളിനോടുള്ള ആഗ്രഹം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി എന്താ വെച്ചാൽ മെസ്സി എല്ലാം കോൺകർ ചെയ്ത് കഴിഞ്ഞു. കോപ്പ അമേരിക്ക എടുത്ത്, വേൾഡ് കപ്പ് എടുത്ത്, പിന്നെ ഇനിയിപ്പോൾ ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ലീഗ്സും ചാമ്പ്യൻസ് ലീഗും, ഇനിയൊന്നും മെസ്സി എടുക്കാനൊന്നും ബാക്കിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ മെസ്സിനെ പോലത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ ബോൾ ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ന്യൂ പ്ലെയേഴ്സ് ആ കമ്മിങ്, ലമീൻ യമാൽ, അങ്ങനെ കുറേ പ്ലെയേഴ്സ് വരുന്നുണ്ട്. പക്ഷെ മെസ്സിനെ പോലെ ഇനി അങ്ങനെ ഒരാൾ വരുമെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇനി ഇല്ലേനും. ആൻഡ് ഓൾസോ ആ ഒരു എന്താ പറയുക, എല്ലാം കോൺകർ ചെയ്ത് കഴിഞ്ഞു, ഇനി ആൾക്കൊന്നും കോൺകർ ചെയ്യാനില്ല. അല്ലെങ്കിൽ എന്താ ഇനി ഫുട്ബോൾ ആ ഒരു ലോകത്ത് എന്താ ഉള്ള ഇല്ല. ബട്ട് വാട്ട് ഐ വാസ് കൺവേയിങ് വാസ് ദാറ്റ് ബട്ട് ഐ സ്റ്റിൽ ഹാവ് ടു ഹോപ്പ്. കാരണം ഇന്ത്യ ഇതുവരെ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. ആ ഒരു സാധനമാണ് ഞാൻ ആക്ച്വലി വന്നത്. പക്ഷെ മെസ്സിന്റെ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തിട്ട് സാധനം വരില്ല. അപ്പോൾ ഈ മെസ്സി എല്ലാം അച്ചീവ് ചെയ്തു ആണ് പറഞ്ഞു. മെസ്സി അല്ല അച്ചീവ് ചെയ്തു എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ഹോപ്പ് ഒരിക്കലും വിടാൻ പാടില്ല. കാരണം ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളാണ് ഞാൻ. അന്ന് ഞാൻ ജർമ്മനി അർജന്റീനയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേൾഡ് കപ്പ് എവിടെയാണോ നടക്കുന്നത് അവിടെ സ്റ്റേഡിയത്തിൽ പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല. അടിപൊളി. ഇപ്പം ഈ ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കുക എന്താ ചെയ്യേണ്ടത്? ഇന്ത്യ എന്ന് ഫുട്ബോൾ ഫാൻ പറയൂ. ആസ് എ ഫുട്ബോൾ ഫാൻ ഞാൻ പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. കാരണം ഇനി വരുന്ന കുട്ടികൾ വെച്ചിട്ട്, ഐ മീൻ ഇപ്പോൾ ഒരു 4 വയസ്സ് ആ ഒരു ടൈം തൊട്ടിട്ട് സ്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ആ കുട്ടികൾ ഓരോ സിംഗിൾ പ്രൊജക്റ്റായിട്ട് അവരൊരു പ്രൊജക്റ്റായി കാണാം. ഇപ്പോൾ ലൈക്ക് മെസ്സി വാസ് എ പ്രൊജക്റ്റ്, യമാൽ വാസ് എ പ്രൊജക്റ്റ്. അതുപോലെ ഇനി വരുന്ന കുട്ടികൾ ഓരോ പ്രൊജക്റ്റായി കണ്ടിട്ട് അങ്ങനെ പോകുമ്പോൾ മേ ബി ഇന്ത്യ വിത്തിൻ നെക്സ്റ്റ് 17 or 18 years ഐ തിങ്ക് മേ ബി ഇന്ത്യ കളിച്ചേക്കാം. മേ ബി ബിഫോർ ദാറ്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ തിങ്ക് റൈറ്റ് നൗ. ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. കുറേ ലീഗ്സ് വന്ന് ഇനിയും അങ്ങനത്തെ ഡെവലപ്മെന്റ്സ് വരട്ടെ. ഓക്കെ, ഇനി ശേഷം മൈക്ക് നൂറയിലേക്ക് പോകാം. നമുക്ക് കമൻട്രി ജേർണിയിലേക്ക് പോകാം. നമുക്ക് കമൻട്രിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ വീഡിയോ വൈറലായപ്പം സൂപ്പർ ലീഗ് കേരള നടക്കുമ്പം ഒരു ഫുട്ബോളിനോട് ഇഷ്ടമുള്ള നൂറയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണോ? ആക്ച്വലി ലക്കായിരുന്നു ഇത്. കാരണം എന്താ വെച്ചാൽ യുവജനോത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ എൻ്റെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു
അങ്ങനെ പ്രോഗ്രാം വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഞാൻ അതിന് പോകും സാർ, ഇതിന് എനിക്ക് വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നതിന്. പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് ഇനി അത് ഉണ്ടാവില്ല, ലൈക്ക് ആളെ കുറയ്ക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് ഞാൻ യുവജനോത്സവം എന്നുള്ള ആ ഒരു സംഭവത്തിന് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ മൈൻഡിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഇതാക്കാം. അപ്പോൾ അവർ മെയിനായിട്ട് ക്യാമ്പസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ മലപ്പുറത്തല്ലേ വന്നവര്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫുട്ബോളിനെ കുറിച്ച് പറയും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. പക്ഷെ ഒരാളും പറയുന്നില്ല, എല്ലാവരും ക്യാമ്പസ് പൊളിറ്റിക്സ് പിന്നെ ക്യാമ്പസത്തെ ഇഷ്യൂസ് അങ്ങനെ മാത്രം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്താ ഫുട്ബോളിന്, കാരണം ഒരുപാട് ആണുങ്ങളുണ്ട് അവിടെ. ഓക്കെ, ഗേൾസ് ആണുങ്ങൾക്ക് എന്തായാലും ഒബ്വിയസ്ലി അങ്ങനെ ടോക്ക് വരണമല്ലോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ഫുട്ബോളിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഫുട്ബോളിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിച്ചു, മെസ്സിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അതാണ് സൂപ്പർ ലീഗ് കേരളക്കാർ കണ്ടത്. സൂപ്പർ ലീഗ് കേരളക്കാർ മലപ്പുറം FC ആങ്കർ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കിക്ക് ഓഫ് അല്ല, അവരുടെ ആ ഒരു ആ ഒരു എല്ലായിടത്തും പോകുന്ന, അപ്പം അതിൻ്റെ ആങ്കറായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ലൈക്ക് സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ കമന്ററി എന്നുള്ള രീതിയിലോട്ട് എത്തുന്നത്. കമന്ററിയിലേക്ക് ഫാത്തിമ എത്തിയ പോലെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോക്കും, ആൻഡ് ഓൾസോ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പം അതിനുശേഷമാണ് അവർ മുംബൈയിലോട്ട് വിളിക്കുന്നത്. ഇപ്പം സൂപ്പർ ലീഗ് കേരളയിൽ അപ്പോൾ എത്ര മാച്ചിന് കമന്ററി പറഞ്ഞു നൂറ? പ്രോപ്പറായിട്ട് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ 2 matches, നോട്ട് ഫുൾ 45 minutes. ഞാൻ ഇതുവരെ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് കമന്ററിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ TV-യിൽ കേൾക്കുന്നതല്ല. അപ്പോൾ ആ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഞാൻ കുറേ നല്ല ആളുകളെ കാണാൻ പറ്റി, പണ്ടത്തെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരൊന്നും. അപ്പോൾ അവരെ കാണാൻ പറ്റി. പിന്നെ അവിടുത്തെ ആ ഒരു വൈബും എങ്ങനെയാണ് കാരണം ഞാൻ കഴിഞ്ഞ 45 minutes വേറെ ആരെങ്കിലുമൊക്കെ ആവും പറയാം. അപ്പോൾ അവരുടെ ആ ഒരു എനർജി എന്താണെന്നുള്ളതും അവരെങ്ങനെയാണ് ലൈക്ക് എത്രത്തോളം ആ ഗെയിമിലൂടെ അവർ ഇമോഷൻസ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. കമന്ററി ട്രെയിനിങ് ഉണ്ടാവോ? അങ്ങനെ ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മളടുത്ത് ലൈക്ക് പറയും, ഇങ്ങനെ ഒരു വി ഹാവ് ടു ഹാവ് എ സ്റ്റോറി എന്നുള്ളത് പറയും. അത് കയറി ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ പ്ലെയറെ ശരിക്കും നമ്മൾ നമ്പർ വെച്ചാണോ നോട്ടീസ് ചെയ്യുക? എങ്ങനെയാ അത് അവരെയൊക്കെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കുക? നമ്മൾ ഫോട്ടോ നോക്കും, നമ്പർ നോക്കും, എല്ലാം നോക്കും. ഓക്കെ. ഈ കഴിഞ്ഞ സീസൺ ഇപ്പൊ ഈ 2 മാച്ചിൽ നൂറ പറഞ്ഞ പൊസിഷൻ നോക്കും. നൂറ പറഞ്ഞ നൂറയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമന്ററി പോർഷൻ ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും? ഞാൻ ഫസ്റ്റ് ട്രയൽ റൺ ചെയ്തപ്പം ഒരു മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്ററി അതിന് ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു, ഡയറക്റ്റ് ട്രയൽ റണ്ണാണല്ലോ. അപ്പോൾ ആളുടെ മുമ്പത്തെ കളിയിലൊക്കെ ഞാൻ പൊസിഷനിങ് കണ്ടിട്ടുള്ളത് ആള് ആ ഒരു ഫോർവേഡ് ലൈൻ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ലൈനിൽ കളിക്കുന്നതാണ്. ആള് പെട്ടെന്ന് ബാക്കിലോട്ടാണ് ഫോർമേഷൻ വന്നപ്പം കണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അയ്യോ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും, ഇങ്ങനെ ആവില്ല എന്ന് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ആള് വന്നിട്ട് ബാക്കിൽ നിൽക്കുന്ന ആള് വന്നിട്ട് ഒരു ഗോള് സ്കോർ ചെയ്തു. ഐ തിങ്ക് അതൊരു റീബൗണ്ട് വന്ന ബോളാണ്. അപ്പോൾ അത് ഞാൻ ലൈക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, എങ്ങനെ ബാക്കിൽ നിന്ന് ആൾ വന്ന് അടിപൊളിയായിട്ട് സ്കോർ ചെയ്തു എന്നുള്ള രീതിയിൽ ഐ വാസ് വെരി സർപ്രൈസ്ഡ്. അപ്പം അതിനൊരു കമന്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാസ്കോ ഡ ഗാമ ആദ്യം കാല് കുത്തിയ മണ്ണിന് വേണ്ടി മുഹമ്മദ് റിയാസ് under-23 players scores a beautiful goal for Calicut FC. ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്നെ സർപ്രൈസ് ചെയ്തതെന്ന് വെച്ചാൽ ആള് വിങ് ബാക്ക് ആയിരുന്നു കളിക്കുന്നത്. ആളവിടെ കയറി, ഞാൻ ആക്ച്വലി ആസ്റ്റോണിഷ്ഡ് ആയിരുന്നു. ഫോർ എ മിനിറ്റ് ഐ വാസ് ലൈക്ക് ഇവിടെ നിന്നാളോ അങ്ങനെ. വന്ന് കാരണം ബ്രിട്ടോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു, ആള് സബ്ബായിരുന്നു. അപ്പം ബ്രിട്ടോ വന്ന് അതിനെന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പം ബ്രിട്ടോ സബ് ഇറങ്ങുന്നു, ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്ക് എന്നാന്ന് തോന്നുന്നത്, ബ്രിട്ടോ ഒരു മൂമെന്റ് നടത്തി റിയാസ് അത് ഗോളാക്കുന്ന. അപ്പം ആക്ച്വലി അപ്പം ഞാൻ കാരണം നമ്മൾ ഫുട്ബോൾ കാണുന്ന ആളാ, അപ്പം ഞാനും ഇതിങ്ങനെ ആക്ച്വലി കാണാം. കമന്ററി എന്നുള്ള കാര്യം നമ്മളെ മൈൻഡിൽ നടക്ക് അയ്യോ കമന്ററി പറയണല്ലോ എന്നുള്ള. അപ്പോൾ ഞാനും ഫുട്ബോൾ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ആ ടൈമിലാണ് ആ ഗോൾ വന്നത്. അപ്പം എനിക്ക് ആ ഗോള് ഭയങ്കര, ഞാൻ കമന്ററി പറയുമ്പോൾ ഫസ്റ്റ് ഗോളുമാണത്. ആ ഒരു 15 minutes അങ്ങോണ്ട് അതിൻ്റെ ഉള്ളൂ. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒരു ലക്കായിരുന്നു. ആ ഒരു 15 minutes ഒരു ഗോള്, ഞാൻ പറയുന്ന 15 minutes തന്നെ ആ ഗോള് വന്നു എന്നുള്ളത്. ഇറ്റ്സ് കൈൻഡ് ഓഫ്
ഒരു ലക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കമന്ററി പറയുമ്പോൾ ഫുട്ബോൾ ആസ്വദിക്കുന്നുണ്ട്, ഇപ്പോൾ കാണാൻ ഇഷ്ടമാണ് ഫുട്ബോൾ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഇരുന്ന് കാണുന്ന ആളാണോ? ചാമ്പ്യൻസ് ലീഗ് കണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്നു, ഇപ്പോ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഞാൻ ഏതൊക്കെ ലീഗാ ഫോളോ ചെയ്യുന്നത് നൂറ? എനിക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ലീഗ് പ്രീമിയർ ലീഗാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പ്രീമിയർ ലീഗ് ഫാനാണ്. ആ ഒരു ഫുട്ബോൾ സ്റ്റൈലാണ് എനിക്കിഷ്ടം. എനിക്ക് ഈ പാസിംഗ് ഗെയിംസ് അങ്ങനത്തെ മെസ്സി ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ലാലിക മെസ്സിക്ക് വേണ്ടി അതാണ് എനിക്ക് മെയിൻലി ഇഷ്ടമുള്ള 2 ആൾക്കാർ എന്ന് പറയുന്നത്. ലയണൽ ആന്ദ്രേസ് ഭയങ്കര വിയേർഡ് കോമ്പിനേഷനാണ് പറയുമ്പോൾ എന്താക്കരുത്. ലയണൽ ആന്ദ്രേസ് മെസ്സി ആൻഡ് ഓൾസോ ഹോസെ മൊറീനോ. അപ്പോൾ ഇവരേത് ക്ലബിലാണോ അതിനനുസരിച്ച് ഞാൻ ക്ലബ് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. മൊറീനോ യുണൈറ്റഡിലായപ്പം ഞാൻ യുണൈറ്റഡ്, ടോട്ടൻഹാം ആയപ്പം ടോട്ടൻഹാം, AS റോമയിൽ പോയപ്പം അതിലോട്ടും ഞാൻ അത് അങ്ങനെ കളിയൊന്നും കണ്ടിട്ടില്ല, കാരണം സിറിയാണല്ലോ. പിന്നെ AS റോമ അങ്ങനെ ഞാനങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്. ഞാനങ്ങനെ എല്ലാ മാച്ചൊന്നും ഇരുന്ന് കാണുന്ന ആളല്ല. മേജർ ലൈക്ക് ഡെർബി യുണൈറ്റഡും സിറ്റിയും വരുമ്പം, അല്ലെങ്കിൽ ആ ടോപ്പ് 4ലുള്ള ചെൽസിയോ അല്ലെങ്കിൽ യുണൈറ്റഡോ സിറ്റിയോ, ലിവർപൂൾ, ഇനിയിപ്പോൾ ലാലിഗ ആണെങ്കിൽ റിയൽ മാഡ്രിഡ്, ബാർസലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ്, അങ്ങനത്തെ നമുക്ക് ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്ന മാച്ചസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗെയിംസാണ് ഞാൻ മെയിനായിട്ട് കാണല്. ഓക്കെ, മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കണം? അത് മെസ്സിന്റെ അടുത്ത് ചോദിക്കണം. മെസ്സി കളിക്കണം. മെസ്സി ഫാൻ എന്ന നിലക്ക് നമ്മൾ ഈ മറ്റേ ധോണി പിച്ചിലില്ലെങ്കിലും മറ്റേ മുമ്പത്തെ ബാറ്റ്സ്മാൻ ഔട്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ ധോണി ഒന്ന് ഇറങ്ങി കാണാന്. അതേപോലെ മെസ്സി കളിക്കണം എന്നുള്ള, ആസ് എ മെസ്സി ഫാൻ കളിക്കണം എന്നുള്ളത് തന്നെയാണ്. യെസ്, കളിക്കണം. അതിന് വേണ്ടി പ്ലാൻ ചെയ്താണ് മെസ്സി US എത്തിയത്. ഒന്ന് ആലോചിക്കേ, അടുത്ത വേൾഡ് കപ്പ് അവിടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയാണോ മെസ്സി അവിടെ എത്തിയത് എന്നുള്ളത്. അറിയില്ല, മെസ്സിക്ക് അത് അറിയുള്ളൂ. ഞാൻ പറഞ്ഞത് റൊണാൾഡോ ഫാൻസ് എപ്പോഴും പറയുന്ന പോയിന്റ്സ് എന്തൊക്കെയാ? റൊണാൾഡോ ഫാൻസ് പറയുന്ന ഏക പോയിന്റ് ഇപ്പം മെസ്സിക്ക് പുസ്കസ് കിട്ടിയിട്ടില്ല, റൊണാൾഡോക്ക് അത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പോയിന്റാണ്. പക്ഷെ മെസ്സിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് എനിക്കറിയില്ല. കാരണം ഒരു കോപ്പ ഡെൽ റേ ഫൈനലിൽ സെൽറ്റ വിഗോ അഗെയിൻസ്റ്റ് ആണെന്ന് തോന്നുന്നത് മെസ്സിൻ്റെ ഒരു ഗോളൊക്കെ. അതൊക്കെ എങ്ങനെ പുസ്കസ് അല്ലാതെ പോയി എന്നുള്ളത്. അന്ന് പുസ്കസ് ഉണ്ടായിരുന്നോ? യെസ്, ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തുകൊണ്ട് മെസ്സിക്ക് കിട്ടിയില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത് മാത്രമാണ് ഇപ്പോൾ റൊണാൾഡോ ഫാൻസ് മുമ്പിലോട്ട് വെക്കുന്ന ഒരു സംഭവം, പുസ്കസ് മെസ്സിക്കില്ല എന്നുള്ളത്. ആൻഡ് ഞാൻ റൊണാൾഡോനെ കുറ്റം പറയുന്ന ആളല്ല കേട്ടോ. ഞാൻ റൊണാൾഡോൻ്റെ ഒരു വിധത്തിൽ ഞാൻ ഫാനാണ്. പുള്ളിയുടെ ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ മേ ബി വേറെ ഏത് പ്ലെയേഴ്സും ഈ ഒരു നമുക്ക് അത്രത്തോളം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ റൊണാൾഡോൻ്റെ ഫാനല്ലാന്നും പറയില്ല. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കമന്ററി പറയാൻ എന്തൊക്കെയാ വേണ്ടേ? കോൺഫിഡൻസ്, പിന്നെ അത്യാവശ്യം നോളജ് വേണം, ഷുഡ് നോ അബൌട്ട് പ്ലെയേഴ്സ്, പിന്നെ റൂൾസ് അറിയണം ഒബ്വിയസ്ലി, എപ്പോഴും ലൈക്ക് അലേർട്ടായിരിക്കണം. നൂറിനെ കണ്ട് എനിക്കും കമന്ററി പറയണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരോട് നൂറൊക്കെ എന്താ പറയാനുള്ളത്? ഫുട്ബോളിനെ കുറിച്ച് അറിയാ, എൻജോയ് ചെയ്യുക. കമന്ററി പറയുമ്പോൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി അയ്യോ എന്നുള്ള ഫീൽ ആവരുത്. എൻജോയ് ദ ഗെയിം, എൻജോയ് വാട്ട്സ് ഹാപ്പനിങ്, എക്സ്പ്രസ് യുവർ സെൽഫ്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. ഓക്കെ, ഇപ്പൊ MES മമ്പാട് കോളേജിൽ BCom സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമന്ററിയിലേക്ക് ഒരു പ്രൊഫഷനായിട്ട് എടുത്ത് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ടോ? എന്താ നൂറുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്? എൻ്റെ ഇതിലിപ്പോൾ ഉള്ള എന്താന്ന് വെച്ചാൽ ഐ വോണ്ട് ടു ബ്രിങ് ചേഞ്ചസ്. ഇപ്പോൾ ഇതേപോലെ ഇന്ത്യ ഷുഡ് പ്ലേ വേൾഡ് കപ്പ്. ഫുട്ബോൾ ചേഞ്ചസ് ആണ്, സ്പോർട്സ്, എൻറ്റയർ സ്പോർട്സ്. കാരണം എത്രയോ കഴിവുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. ഒന്നും ലൈക്ക് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ആ ഓക്കെ ഫൈൻ, പക്ഷേ അതിലോട്ട് എത്താൻ പറ്റുന്ന സ്കില്ലുള്ള ഒരുപാട് പ്ലെയേഴ്സ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ ലീഗ് കേരള വന്നപ്പോഴാണ് കുറേ പ്ലെയേഴ്സിനെ ഞാൻ കാണുന്നത്. ഒരു പ്ലെയറിനൊക്കെ കണ്ടിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ ആളെ എങ്ങനെ ഇന്ത്യൻ ടീമിൽ എത്തിയില്ല എന്നുള്ളത്. അതോ ഗനി നിഗം എന്ന് പറയും, കാലിക്കറ്റ് FCയുടെ. ആള് ലെഫ്റ്റും കളിക്കും റൈറ്റും കളിക്കും എന്നുള്ള എനിക്ക് തോന്നുന്നത്. മലപ്പുറം FCൻ്റെ എതിരെ 2 ഗോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സെക്കൻഡ് മാച്ച്, അവർ ഫസ്റ്റ് വിൻ ചെയ്ത മാച്ചാ. അവരെന്നെ ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോയി. ആൻഡ് ഓൾസോ സെമി ഫൈനൽസ് ലാസ്റ്റത്തെ ഗോളൊക്കെ ബ്രില്യൻറ്റ്, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആളെ എങ്ങനെ ആ ഒരു ഇതിലോട്ട്, മേ ബി സ്കൗട്ടിങ്ങിൻ്റെ ഇഷ്യൂസ് ആവാം, ആളെങ്ങനെ വേൾഡ് കപ്പ് എത്തിയില്ല, വേൾഡ് കപ്പ് അല്ല ഇന്ത്യൻ ടീമിൽ എത്തിയില്ല എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ മലയാളി പ്ലെയേഴ്സ് ഉണ്ട്. മലപ്പുറത്ത് വന്ന് നോക്കിയാൽ അവിടെ വെറുതെ ഗ്രൗണ്ട് കളിക്കുന്ന കുറേ ചെക്കന്മാരെ നോക്കിയാൽ മതി. അടിപൊളിയായിട്ട് മിഡ്ഫീൽഡൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറേ പ്ലെയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രോപ്പർ സ്കൗട്ടിങ് നമ്മുടെ നാട്ടിൽ വേണം.
അതിനെന്താ ചെയ്യാൻ പറ്റുക? ചെറിയ കുട്ടികൾ നല്ല ലോക്കൽ അക്കാഡമീസ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ജർമ്മനിയൊക്കെ 2014 വേൾഡ് കപ്പ് 2014 വേൾഡ് കപ്പൊക്കെ അവരുടെ ആ ഒരു ക്ലിൻസ്മെൻ്റെ ഒരു പ്രൊജക്റ്റിലാണ് അവർ അടിച്ചിട്ടുള്ളത്. ഫിലിപ്പ് ലാം അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ വന്നിട്ടുള്ളത് ആ ഒരു പ്രൊജക്റ്റ് വഴിയാണ്. അപ്പം അതുപോലത്തെ പ്രൊജക്ട്സ് ഇന്ത്യയിലും കൊണ്ടുവരണം. ആ ഒരു ലോക്കൽ അക്കാഡമീസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് മോർ ദെൻ ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, ടെക്നിക്കൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇന്ത്യ കുഡ് ബി ഫാർ ബെറ്റർ. കാരണം നമ്മുടെ ഇന്ത്യൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഹാവ് ഓൾവേസ് ഫെൽറ്റ് ഇസ് ദാറ്റ് ഇന്ത്യക്കൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇല്ല. ബ്രസീൽ ഹാസ് എ യുണീക്ക് സ്റ്റൈൽ, ജോഗെ ബൊണീറ്റോ, ആൻഡ് സ്പെയിൻ ഹാസ് ടിക്കി ടാക്ക, ഇംഗ്ലീഷ് ഫുട്ബോൾ കൗണ്ടർ അറ്റാക്സ്. ജർമ്മനീൻ്റെ അടുത്തും ലൈക്ക് വെരി സ്പെഷ്യൽ. ഐ എം എ ജർമ്മൻ ഫുട്ബോൾ ഫാൻ. ജപ്പാൻ ഓൾസോ ഹാസ് ആ ഒരു കൗണ്ടർ അറ്റാക്ക്, ആ ഒരു ഫാസ്റ്റ് പേസ് ആണ് ജപ്പാൻ്റെത്. അതുപോലെ സൗദി അറേബ്യ ഓൾസോ എനിക്കൊരു കൈൻഡ് ഓഫ് ഒരു ബോൾ സ്റ്റൈൽ ആവത് രസം. ബട്ട് ഇന്ത്യയുടെ സ്റ്റൈൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഐ തിങ്ക് നമ്മളൊരു സ്റ്റൈൽ ഉണ്ടാക്കണം. വി ഷുഡ് ഹാവ് എ സ്റ്റൈൽ, ആ ഒരു യുണീക്ക് സ്റ്റൈൽ. അപ്പോൾ അതെന്തായാലും വേണം. അപ്പോൾ ഐ തിങ്ക് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഫുട്ബോൾ. നമ്മൾ ഒളിമ്പിക്സ് എടുത്ത് നോക്കിയാൽ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിനെക്കാട്ടിലും മെഡൽ നമുക്ക് കുറഞ്ഞൊക്കെയാണ് ഇപ്പോൾ ഈ വരുന്ന ഒളിമ്പിക്സിൽ. അതിലും ചേഞ്ചസ് വരണം. ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ് മാത്രമല്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഫുട്ബോളിനെ മാത്രം കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം എങ്ങനെയാണോ ക്രിക്കറ്റ് നിൽക്കുന്നത് ആ രീതിയിൽ ബാക്കി എല്ലാ സ്പോർട്സും വരണം. സ്പോർട്സിലും ഫുട്ബോളിലും ഒരു ഭയങ്കര വിഷനും നോളജും ഉള്ള ഒരാളാണ് നൂറ അല്ലേ? കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി വരുന്ന ആളുകളെങ്കിലും ഞാൻ കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എല്ലാവർക്കും ചെയ്യാം. കമന്ററിയിൽ റേ ഹഡ്സൺ, പീറ്റർ ഡ്യൂറെ ഫാനാണോ? പീറ്റർ ഡ്യൂറി യെസ് ഓഫ് കോഴ്സ്. പറയല്ല, റേ ഹഡ്സന്റെ ആ ഒരു ആവേശം ഉണ്ടല്ലോ, മെസ്സിയൊക്കെ ബോൾ കൊണ്ടുപോകുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം. നോക്കി പറഞ്ഞു പഠിക്കാറുണ്ടോ അവരുടെ വാക്കുകൾ? അങ്ങനെ പറഞ്ഞ് ഞാൻ അതുവരെ പഠിച്ചിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിൽ നിൽക്കും, ചില സാധനങ്ങളൊക്കെ അത്യാവശ്യം നമ്മുടെ മൈൻഡിൽ നിൽക്കും. പീറ്റർ ഡ്യൂറയുടെ ഒരു എന്തെങ്കിലും ഒരു പീസ് എനിക്ക് പറഞ്ഞു തരുമോ? റേ ഹഡ്സന്റെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. Sir Isaac Newton looks down from above and says about that gravity thing, I was wrong, Messi was right, his balance is astonishing. പന്തായിട്ട് പോകുമ്പോ പുള്ളി ഒരു ഒച്ച ഉണ്ടാക്കൂലേ? ആ സാധനം പുള്ളിക്കാരന്റെ യുണീക്ക് സാധനം, ഒരു പുള്ളിയുടെ ഒരു ഷോക്ക് ആവുന്ന ഒരു ഇമോഷൻ. അതാണ് പീറ്റർ ഡ്യൂറും റേ ഹഡ്സണും എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പീറ്റർ ഡ്യൂറി ഈസ് ലൈക്ക് വെരി പോയറ്റിക്, ഭയങ്കര കാവ്യാത്മകമാണ്. ഞാൻ സ്ക്രീനിൽ മൊമെന്റ്സ് കാണിച്ചു തരും. ഒന്ന് മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടി കഴിഞ്ഞിട്ടുള്ള മൊമെന്റ്, അതിൽ പീറ്റർ ഡ്യൂറെ ഇംഗ്ലീഷിൽ പറഞ്ഞ കമന്ററി പറയുന്നുണ്ട്. പക്ഷെ നൂറയ്ക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് നൂറ പറയുന്നു കമന്ററി ആയിട്ട്. മലയാളം. And finally Argentina, 36 വർഷത്തെ കാത്തിരിപ്പ്. The man who made this possible. അദ്ദേഹത്തിന് സന്തോഷിക്കാം. എന്തിനു പറയണം, ലോകത്തുള്ള കോടാനുകോടി ജനങ്ങൾക്ക് ധൈര്യത്തിൽ പറയാം, ഇന്ന് 18 തീയതി ഡിസംബർ 2022 ഫുട്ബോൾ വിജയിച്ചു. The day football completed. ഈ വ്യക്തിക്ക് the great magician Lionel Andres Messi, what more does he have to prove? 7 Ballon d'Or, 6 Golden Boots, 2021 കോപ്പ അമേരിക്ക, ആൻഡ് ഫൈനലി രാജ്യത്തിന് വേണ്ടി നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നത സമ്മാനം അർജന്റീന ജനതയ്ക്ക് വേണ്ടി നേടി. കേവലം 11 പ്ലെയേഴ്സ് അല്ല കളിക്കുന്നത്, 36 വർഷമായി അർജന്റീനൻ ജനത. എന്തിനാ അർജന്റീന? ലോകത്തുള്ള എല്ലാ അർജന്റീനൻ ഫുട്ബോൾ ഫാൻസും കാത്തിരുന്ന ആ നിമിഷം. വേൾഡ് കപ്പിന്റെ തുടക്കത്തെ പരാജയം ഒന്നും ഈ 11 പേരെ തളർത്താനായില്ല. ദ steadfast stride of Lionel Scaloni's army. സൂപ്പർ. നൂറ ഒരു ഇൻസ്പിറേഷനാണ് ഒരുപാട് പേർക്ക്. അപ്പോൾ നൂറയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്പോർട്സിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും വരുത്താൻ പറ്റട്ടെ. നൂറിനെ പോലെ ഒരുപാട് പേര് കമൻട്രിയിൽ വരട്ടെ, സ്പോർട്സിൽ വരട്ടെ. എന്തായാലും വരണം. ഞാൻ അതിനു വേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ ഓരോന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ
ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ കാരണം പെണ്ണുങ്ങൾക്ക് ഇൻസ്പിറേഷൻ വന്നതിന്, പ്രത്യേകിച്ച് ഗേൾസിന് ഇൻസ്പിറേഷൻ വന്നതിന് അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അവർ വരണം, ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തെടുക്കണം. ആൻഡ് ഓൾസോ ഞാൻ ഒരിക്കലും ഫീമെയിൽസ് മാത്രം ലൈക്ക് എല്ലാ ഇനിയിപ്പോൾ മെയിൽ മെമ്പേഴ്സ് ആണെങ്കിലും അവർക്കും ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അവരും വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനപ്പോൾ. ഇറ്റ്സ് നോട്ട് ഓൺലി ലൈക്ക് ഞാൻ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് ഒരിക്കലും ആ ഫീമെയിൽ കമ്മ്യൂണിറ്റിനെ മാത്രം ബൂസ്റ്റ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കരുത്. ഐ വോണ്ട് ദി എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ. ലൈക്ക് നമ്മൾ ഇന്ത്യ എന്നുള്ളത് വി ഹാവ് എ വെരി റിച്ച് കൾച്ചർ. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ നല്ല അത്ലറ്റ്സിനെ കാണാൻ പറ്റും, ട്രാക്ക് അത്ലറ്റ്സ്. ഇനിയിപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ഹാസ് ഫുട്ബോൾ, നോർത്ത് ഈസ്റ്റ് റീജിയൻ ഫുട്ബോൾ, കൊൽക്കട്ട ഏരിയ ഫുട്ബോളാണ്. ആൻഡ് മഹാരാഷ്ട്ര കൊക്കോ അങ്ങനത്തെ ഗെയിംസ് വന്ന, ആൻഡ് ഇപ്പോൾ ദിസ് ഹൈദരാബാദ് ബാഡ്മിൻ്റൺ, അങ്ങനെ ഓരോ ഏരിയക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഉണ്ട്. ഇനിയിപ്പോൾ പഞ്ചാബ് ആ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ റെസ്ലിംഗ്, അങ്ങനത്തെ സ്ട്രെങ്ത് ഗെയിംസ്, പഞ്ചാബ് ഹരിയാന അങ്ങനത്തെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ ആക്ച്വലി ഹാസ് എ വെരി റിച്ച് കൾച്ചർ. ഏത് സ്റ്റേറ്റിൽ പോയാലും ഏത് സ്പോർട്സിനുള്ള ആൾ റെഡി ആയിട്ട് ഫ്രണ്ടിലുണ്ട്. വാട്ട് വി നീഡ് റൈറ്റ് നൗ, അത് ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദ ഫെസിലിറ്റീസ്. എത്രത്തോളം നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലൊരു, ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരെല്ലായിടത്തും ഇപ്പോൾ മേജർലി ഈ ഒരു സ്പോർട്സിൽ ഭയങ്കര ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു കൺട്രീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ ദം ഒരു കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെന്താക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് അവർ ഓൾറെഡി ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. ബട്ട് ഇഫ് യു കം ടു ഇന്ത്യ, എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെപ്പോലെ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാർ കഷ്ടപ്പെട്ട് പോയി വഴി കണ്ടെത്തി അങ്ങനെ പോകണം. അവരെ കണ്ടുപിടിച്ച ആരും അവരുടെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ നിന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഭയങ്കര റിച്ച് കൾച്ചറാണ് നമ്മളത്, ഭയങ്കര ഡൈവേഴ്സാണ്. ലാംഗ്വേജസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വാട്ട് ഹാവ് ഫൗണ്ട് ഇസ് ഇൻ സ്പോർട്സ് ഓൾസോ ഇന്ത്യ ഹാസ് എ വെരി റിച്ച് കൾച്ചർ. സൂപ്പർ. അപ്പം ഒരുപാട് സ്പോർട്സിലെ മൊമെന്റ്സിൽ നമുക്ക് നൂറയുടെ കമന്ററി കേൾക്കാൻ പറ്റട്ടെ ഫ്യൂച്ചറിൽ. ഓൾ ദ ബെസ്റ്റ്. ഹാറ്റ്സ് ഓഫ് നോറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.